വെഞ്ഞാറമൂട്ടിൽ 23-കാരൻ അഫാൻ മൂന്ന് കുടുംബങ്ങളിലായി നിരവധി പേരെ കൊന്ന് യാതൊരു മനസ്താപവും ഇല്ലാതെ കുളിച്ച് കുട്ടപ്പനായി പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് 3 വീടുകളിലായി ഞാൻ 6 പേരെ കൊന്നു എന്ന് പറയണമെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും മാനസിക രോഗമുണ്ടോ, അല്ലെങ്കിൽ ഈ മയക്കുമരുന്നിന് അടിമയാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നായിരുന്നു ആദ്യം നോക്കിയിരുന്നത്. ഇപ്പൊ ദേ പോലീസ് പറയുന്നു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്, ലഹരി ഉണ്ട് എന്ന്. യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് ഈ അഫാൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ 23-കാരൻ ഇതിന്റെ പ്രതി, പൂർണ്ണമായും പ്രതി എന്ന് പറയാൻ പറ്റില്ല, കൂട്ടുപ്രതി എന്ന് പറയുന്നതാണ് ശരി. യഥാർത്ഥ പ്രതികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ ഇങ്ങോട്ട് താഴേക്ക് വരുന്ന അധികാരവർഗങ്ങളും പോലീസും എല്ലാം അതിൽ വരും. അതെങ്ങനെയെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. കഴിഞ്ഞ കുറെ കാലമായി ഡിഫറെന്റ് ആംഗിൾസിലും അല്ലാതെയും ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ സർവനാശം വരുത്തുന്ന 3 കാര്യങ്ങൾ. 3 അല്ല, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ ഇനിയുള്ള വീഡിയോകളിൽ ഞാനത് പറയാം. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് വന്യമൃഗ ശല്യം എന്ന് പറയുന്നത്. ഇനി ഓരോ വർഷം കഴിയുന്തോറും ഇവിടെ കേരളത്തിൽ എവിടെയും ആൾക്കാർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം വരും. വന്യമൃഗങ്ങൾ ഇറങ്ങി നിരങ്ങും. കേരളത്തിൽ നിന്ന് മുഴുവൻ 3.5 കോടിയും നാട് വിട്ട് ഓടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് എത്രയോ കാലമായി പറയുന്നു. ഇപ്പോ ദിവസം 1ഉം 2ഉം പേർ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു കാട്ടാന അതുപോലെ മറ്റ് അക്രമങ്ങളിൽ. അതിന് കൂടി വരും, വളരെയധികം വർദ്ധിച്ചു വരും. അവസാനം പിടുത്തമിട്ട രീതിയിലേക്ക് എത്തും. അടയ്ക്കായാൽ മടിയിൽ വയ്ക്കാം, അടയ്ക്കാമരമായാൽ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരും. രണ്ടാമത്തത് ഇവിടുത്തെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം ഇവിടുത്തെ ജനങ്ങളെ പൊട്ടന്മാരാക്കിക്കൊണ്ട്, സാധാരണക്കാരായ ജനങ്ങളെ പൊട്ടന്മാരാക്കിക്കൊണ്ട് പണമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു കച്ചവടമാക്കി മാത്രം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇവിടുത്തെ വികസനമോ അല്ലെങ്കിൽ ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങളോ അതുപോലെയുള്ള മറ്റു കാര്യങ്ങളോ ചർച്ച ചെയ്യാതെ തമ്മിലടിച്ചുകൊണ്ട് പരസ്പരം വിഴുപ്പലക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ പോക്ക് എന്ന് പറഞ്ഞാൽ ഒരു അധോഗതിയിലേക്ക്. മൂന്നാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, യുവാക്കൾ അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയെ വഴിപിഴപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സമൂഹം, വഴിപിഴയ്ക്കുന്ന പുതുതലമുറ എന്ന് ഞാനൊരു ലേഖനം എഴുതിയിട്ട് ഏകദേശം 10-15 വർഷമായി. അന്നു മുതലേ പറയുന്നതാണ്. ഇന്ന് അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം കുറ്റപ്പെടുത്തിയതെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ഇടതുപക്ഷ സഖാവായതുകൊണ്ടല്ല, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അദ്ദേഹം ആയതുകൊണ്ടാണ്. ഇവിടെ ഈ അഫാൻ എന്ന ചെറുപ്പക്കാരനെ എടുക്കാം. 23 വയസ്സുണ്ട് അഫാൻ. ഈ അഫാന് 80 ലക്ഷത്തിന്റെ കടമുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരു പണിയില്ല, ഒരു ബാധ്യതയില്ലാത്ത നിലയിൽ ജീവിക്കാൻ കഴിയുന്ന ഈ ചെറുപ്പക്കാരന് എങ്ങനെ 80 ലക്ഷം രൂപയുടെ കടമുണ്ടായി? ഇവൻ ഇപ്പോൾ ലഹരിക്ക് അടിമയാണ് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്ന് വെളിപ്പെടുത്തലുകൾ, വാർത്തകൾ പുറത്തു വരുന്നു. ഇവൻ എവിടെ നിന്ന് ലഹരി പദാർത്ഥങ്ങൾ കിട്ടുന്നു? ഇവിടെ ഈ അടുത്ത കാലത്തായി MDMA കേസുകൾ കൂടി വരുന്നു. അതിൽ ബഹുഭൂരിപക്ഷവും വ്യാജ കേസുകളാണ് എന്ന് ഈ പ്രതികളെന്ന് പറയുന്നവരുടെ അല്ലെങ്കിൽ പ്രതികളാക്കപ്പെട്ട് ജയിലിൽ അടച്ചവരുടെ സാമൂഹിക സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. അതിനും ചില കാരണങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരി കേസുകൾ, അതായത് കള്ള കേസുകൾ കൂടി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കള്ളക്കേസുകൾ കൂടി വരുന്നു, ലഹരി കേസുകൾ കൂടി വരുന്നു, അതേസമയം ലഹരി ഉപയോഗം കൂടി വരുന്നു. ഈ ലഹരി കച്ചവടം നടത്തുന്ന അല്ലെങ്കിൽ ഈ ലഹരി ഉപയോഗം, ലഹരി വ്യാപനം നടത്തുന്ന ഈ പ്രാഥമിക ദിശയിലുള്ള ആൾക്കാരെ മാത്രം പോലീസ് കസ്റ്റഡിയിലെടുത്ത് നിയമ നടപടികളിലേക്ക് വിടുമ്പോൾ ഇതിന്റെ മൊത്ത കച്ചവടക്കാരും അതിന്റെ പിന്നിൽ കളിക്കുന്നവരും എന്തുകൊണ്ട് കുടുങ്ങുന്നില്ല? ആ കുടുങ്ങാത്ത കേസും ഫേക്ക് കേസുകളും കൂടി ചേരുമ്പോൾ ഇതിന്റെ റിയാലിറ്റി മനസ്സിലാവും. അതായത് കുറെ അധികം ഫേക്ക് കേസുകൾ ഇവിടെ ഉണ്ടായി വരുമ്പോൾ ഈ കേസുകൾ പോലീസ് അല്ലെങ്കിൽ ഇവിടുത്തെ ആഭ്യന്തര സംവിധാനം കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ജനങ്ങളെ അല്ലെങ്കിൽ നിയമ സംവിധാനത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണത് അത്തരത്തിൽ കള്ളക്കേസുകൾ നിരപരാധികളെ കൊടുക്കുന്നത്. വേങ്ങരയിലുള്ള അബൂബക്കറിനെ ഗൂഡല്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ട് പിന്നെ തിരൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എന്നുള്ള ലെവലിലേക്ക് മാറ്റി ഒരു കള്ളക്കേസ് എടുത്ത് തലയിൽ വെച്ചു കൊടുത്തിട്ട് ജയിലിൽ അടച്ചിരിക്കുന്ന കഥ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. അതെങ്ങനെയാണ് ആ സ്റ്റോറി ഉണ്ടായത് എന്ന്. അവർക്ക് പ്രതികളെ വേണം. കാരണം ആ പ്രതികൾ ഇല്ല എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നടത്തുന്ന വിതരണക്കാർ അവരെ പിടിക്കേണ്ടി വരും. അവരെ രക്ഷിക്കാൻ വേണ്ടി കൃത്രിമമായി പുതിയ പ്രതികളെ ഉണ്ടാക്കുന്നു എന്ന് സംശയമുണ്ട് സ്വാഭാവികമായിട്ടും. അപ്പോൾ അത്തരത്തിൽ ധാരാളം പ്രതികൾ. ഒരു കഥ ഈ കഴിഞ്ഞ ദിവസം മനസ്സിലായത്, ഒരു ചെറുപ്പക്കാരൻ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന ഒരു ഓൺലൈൻ കമ്പനി അവിടെ ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്ത് തന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത ശേഷം നാട്ടിലേക്ക് വരുമ്പോൾ സുഹൃത്തുക്കൾ, മറ്റു 2 സുഹൃത്തുക്കൾ ഇവിടെ കാണുന്നു. ആ സുഹൃത്തുക്കളോടൊപ്പം ഒരു 3 പേരും കൂടെ യാത്ര ചെയ്യുന്നു. പക്ഷെ ഇതിനു മുമ്പ് ആ 2 സുഹൃത്തുക്കളിൽ ഒരാളുടെ കൈക്കൽ ബാംഗ്ലൂരിലൂടെ അവരുടെ മറ്റൊരു സുഹൃത്ത് എന്തോ ഒരു പാഴ്സൽ കൊടുത്തിട്ട് ഇതൊന്ന് വീട്ടിൽ കൊടുത്തേക്കണേ എന്ന് ഇങ്ങനെ പറയുന്നു.
അതവർ വാങ്ങി, സുഹൃത്തല്ലേ, വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ, അത് വാങ്ങി കയ്യിൽ വെച്ചു. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ തന്നെ ഇൻഫോം ചെയ്തിട്ട് ഈ 3 ചെറുപ്പക്കാരെയും പിടിക്കുന്നു. ഈ 3 ചെറുപ്പക്കാരൻ പിടിച്ചതിൽ ഈ പൊതി കൊണ്ടുവന്ന ആ യുവാവ് 1-ാം പ്രതി, കൂടെ ഉണ്ടായിരുന്ന ആൾ 2-ാം പ്രതി, ഈ കമ്പനി ഇൻഫോർമേഷന് വേണ്ടി പോയ അയാളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന കാരണത്താൽ സാന്നിധ്യത്തിലുള്ള 3-ാം പ്രതി. ഇങ്ങനെയാണ് പ്രതികൾ ഉണ്ടാകുന്നത്. അതായത് ചതിക്കപ്പെട്ട പ്രതികൾ ഉണ്ടാകുന്നു. ഈ പൊതി കൊടുത്ത ആൾ തന്നെ എങ്ങനെയാണ് ഇൻഫോം ചെയ്യുന്നത് പോലീസിന്? അപ്പോ അങ്ങനെയാണെങ്കിൽ അവർ പോലീസിന്റെ ഇൻഫോമറാണ്, പോലീസിന് വേണ്ടി പണിയെടുക്കുന്നവരാണ്, കുറെ പ്രതികളെ ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുക്കുന്നവരാണ് എന്ന് ചിന്തിക്കേണ്ടി വരികയല്ലേ? ഇങ്ങനെയാണ് കഥകൾ എന്നുണ്ടെങ്കിൽ, ഈ കഥകൾ യാഥാർത്ഥ്യമാണ് എന്നുണ്ടെങ്കിൽ, ഒത്തിരി കഥകൾ, ഇത്തരത്തിലുള്ള കഥകൾ കേട്ടിട്ടുണ്ട്. അതായത് ലഹരി മരുന്നുകൾ ചിലർക്ക് കൊടുക്കുന്നു, നിരപരാധികളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു, എന്നിട്ട് അവർ തന്നെ അത് ബന്ധപ്പെട്ട വകുപ്പിന് ഇൻഫോം ചെയ്യുന്നു, അവർ അത് പിടിച്ചെടുക്കുന്നു, അവരെ പ്രതികളാക്കി അകത്തിടുന്നു. ദേശവിരുദ്ധ പ്രവർത്തനമായതുകൊണ്ട് തന്നെ ജാമ്യവുമില്ല. ഈ ഒരു മറയിലൂടെ യഥാർത്ഥ ലഹരിക്കടത്ത് നിർബാധം നടക്കുകയും ആ വിതരണം നടക്കുകയും അതിന്റെ അവസാന കണികളിൽ ചിലരെയൊക്കെ പിടിച്ച് ഇവിടെ നീതി നിർവഹണം നടത്തുന്നു, നിയമനിർവഹണം നടത്തുന്നു എന്ന് പറയും. അതേസമയം വിതരണ നിർബാധം നടന്ന് അതിന്റെ കച്ചവടം കൃത്യമായി നടക്കുകയും ചെയ്യുന്നു. ആ കച്ചവടത്തിന്റെ ഇരയല്ലേ ഈ പറയുന്ന അഫാൻ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിന്റെ ആ മൊത്ത കച്ചവടക്കാരെ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന ആ ഒരു മേഖലയിൽ, ഗുജറാത്ത് ആയിക്കോട്ടെ, ഹരിയാന ആയിക്കോട്ടെ, പഞ്ചാബ് ആയിക്കോട്ടെ, ഏത് സംസ്ഥാനമായിക്കോട്ടെ, നമ്മുടെ കേരളം കടന്നു വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ അതിന്റെ മൊത്ത കച്ചവടം പിടിക്കാൻ കഴിയാത്തത്? അപ്പോൾ അത് ഈ ബന്ധപ്പെട്ട വകുപ്പുകൾക്കും എല്ലാവർക്കും അറിയാം. അവർ കൂടി ചേർന്നിട്ടുള്ള ഒരു കച്ചവടമാണെന്ന് സംശയിക്കണം സ്വാഭാവികമായിട്ടും. അതായത് വിതരണ ശൃംഖലയ്ക്ക് ഈ അധികാരികളുമായി കൃത്യമായി ബന്ധമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവർക്ക് കിട്ടേണ്ട പടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥ വിതരണക്കാരെ അവർ പിടിക്കൂ. അതേസമയം നിരപരാധികളായിട്ടുള്ള പലരെയും സംശയത്തിന്റെ പേരിലും, നേരത്തെ പറഞ്ഞതുപോലെ 1 ഗ്രാമിന്റെ പേരിലും സാമീപ്യത്തിന്റെ പേരിലുമൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് ഇടുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇവിടെ കുറ്റമറ്റ രീതിയിൽ മയക്കുമരുന്ന് വ്യാപാരം ഈ സമൂഹത്തെ കാർന്നു തിന്നുന്ന, ഈ രാജ്യത്തെ മുഴുവൻ നശിപ്പിക്കുന്ന ആ ഒരു എന്താ പറയാ, അത്ര തീവ്രവാദ പ്രവർത്തനം ഉണ്ടല്ലോ, ഭീകരവാദ പ്രവർത്തനം ഉണ്ടല്ലോ ഈ ലഹരി എന്ന് പറയുന്നത്, അതിനെതിരെ ശക്തിയായി ഞങ്ങൾ നിലകൊള്ളുന്നു എന്ന് ജനങ്ങളെ കണ്ണ് അടച്ച് ഇരുട്ടാക്കി പൊട്ടന്മാരാക്കി ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് തന്നെയല്ലേ സത്യം? ഈ സത്യങ്ങൾ പറയുന്നത് കൊണ്ടാണല്ലോ നമുക്ക് ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി വരുന്നത്. പക്ഷെ സാമൂഹിക പ്രതിബദ്ധത ഉള്ളത് കൊണ്ട് സത്യം വിളിച്ചു പറയാതിരിക്കാൻ പറ്റും. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ ഈ 23-കാരന്റെ അതിക്രമത്തിൽ 3 കുടുംബങ്ങൾ ശിഥിലമായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, 3 കുടുംബങ്ങൾ ഇല്ലാതായി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതായത് ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ എത്തിച്ചു വെച്ചു കൊടുക്കുന്നത് അതുകൊണ്ടാണ്. അദ്ദേഹം കൃത്യമായി ഇവിടുത്തെ ലഹരി വരവ് നിയന്ത്രിക്കുകയല്ല, ഇല്ലാതാക്കണം. ലഹരി എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ വിപത്താണ്, നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുന്ന, അതായത് മറ്റുള്ള രാജ്യങ്ങൾക്ക് നമ്മളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭീകരപ്രവർത്തനമോ ബോംബ് സ്ഫോടനമോ ആറ്റം ബോംബോ ഒന്നും ആവശ്യമില്ല. ഇവിടുത്തെ യുവാക്കളിൽ മുഴുവൻ ലഹരി കുത്തിവെച്ചാൽ മതി, ലഹരി അവർക്ക് കൊടുത്താൽ മതി. അത് കൃത്യമായി അത്തരത്തിൽ ചിലർ അജണ്ട നടപ്പിലാക്കുമ്പോൾ അതിന് കുടപിടിക്കുന്ന രീതിയിലുള്ള ഭരണനിർവഹണം നടത്തുന്ന ഇവരെ പ്രതികളാക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോയുടെ തുടക്കത്തിൽ ഈ 23-കാരൻ അഫാൻ എന്ന് പറയുന്നത് കൂട്ടുപ്രതിയാണ്, ആ പ്രതികളിൽ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയും മറ്റ് നിയമ സംവിധാനങ്ങളും വരും എന്ന് പറഞ്ഞത്. Different angles. Don't forget to subscribe and support this channel.